നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്ന വാർത്തയാണ് കുഴഞ്ഞു വീട് മരണം. ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഹൃദയത്തിൻ്റെ മസിൽസിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. എന്നാൽ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ്റെ ഡിസോർഡർ അല്ലെങ്കിൽ അതിൻ്റെ മാൽ ഫംഗ്ഷനാണ് കാർഡിയാക് അറസ്റ്റ്. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഇടിപ്പിന് വ്യക്തമായ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നു. അത് ഹൃദയത്തിൻ്റെ നോർമൽ രീതിയിലുള്ള പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണം എന്താണ്, ഇത് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ശരീരം നൽകുന്ന ചില സൂചനകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൂചന കിട്ടിയാൽ ഉടനെ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ സിഗ്നൽസിന് വേരിയേഷൻ ഉണ്ടാകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ്. എന്ന് വെച്ചാൽ രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില കെമിക്കലുകൾ, വേസ്റ്റ് ആയിട്ടുള്ള കെമിക്കലുകൾ, പ്ലേക്ക് പോലുള്ള കെമിക്കലുകൾ, അത് ഹൃദയത്തിലേക്കുള്ള സ്വാഭാവികമായിട്ടുള്ള രക്തപ്രവാഹത്തിന് തടസ്സം നിൽക്കുന്നു. എന്ന് വെച്ചാൽ അത് ആർട്ടറീസിനെ ചുരുക്കുന്നു. അപ്പോൾ ബ്ലഡ് ശരിക്ക് കിട്ടാതെ വരുമ്പം ഹൃദയത്തിൻ്റെ പേശികളുടെ ആ ഇടിപ്പിൻ്റെ ശക്തി കുറയുന്നു, പ്രത്യേകിച്ച് ലോവർ ചേംബറിൻ്റെ. ഇത് കാർഡിയാക് അറസ്റ്റിന് പ്രധാന കാരണമായിട്ട് മാറുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം കാർഡിയോമയോപ്പതിയാണ്. ഹൃദയത്തിൻ്റെ പേശികൾക്ക് കട്ടി കൂടി അത് പമ്പിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഈ സമയത്തും ഇലക്ട്രിക് സിഗ്നൽസ് മാൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, വാൽവിൻ്റെ ചില തകരാറുകൾ, ഇതൊക്കെ തന്നെ സിഗ്നൽ വേരി ചെയ്ത് കാർഡിയാക് അറസ്റ്റിന് കാരണമാകാം. അതുപോലെ എക്സ്ട്രീമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്, ഇതുമൂലം ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോൺ പേശികളെ ചുരുക്കുന്ന സ്വഭാവമുള്ളതാണ്. അതുമൂലം ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. ഇതും ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് രീതിയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ഫെയിലിയർ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഇതും BP കൂട്ടും. ഇത് രക്തക്കുഴലുകളെ നാരോ ആക്കുകയും സ്വാഭാവികമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന് തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെ എന്ത് ഡിസോർഡർ ബാധിച്ചാലും ശരീരം മുൻകൂട്ടി അതിൻ്റെ സൂചനകൾ തരാറുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെയും ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ലക്ഷണങ്ങളിൽ കാണിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്ന പെയിൻ കുറച്ച് സിവിയർ ആയിരിക്കും. എന്നാൽ കാർഡിയാക് അറസ്റ്റിന് അത്ര സിവിയറായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകണമെന്നില്ല മുന്നോടിയായിട്ട്. എന്നാൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വ്യക്തമായിട്ടൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടാറുണ്ട്. എന്തോ തിങ്ങി നിൽക്കുന്ന പോലെ, എന്തോ ഒരു ഡിസോർഡർ പോലെ ഒരു ഫീലിങ്സ്. പലപ്പോഴും നമ്മളതിനെ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമൽ ബ്രീത്തിങ്ങിന് തടസ്സം വരുന്നു. എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പം തന്നെ, ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വല്ലാതെ അണയ്ക്കുന്നു, വല്ലാത്ത ഒരു അണപ്പ്, ഒരു നോർമൽ ബ്രീത്തിങ് അല്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നു. കൂട്ടത്തിൽ ഒരു വിയർക്കുന്ന ടെൻഡൻസി, ശരീരം മൊത്തത്തിലൊരു വിയർപ്പിൻ്റെ ടെൻഡൻസി. അതുപോലെ കൈയും കാലും ചെറുതായിട്ട് വിറയ്ക്കുന്നു, ചെറുതായിട്ടൊരു വിറയൽ അനുഭവപ്പെടുന്നു. അതുപോലെ സ്ത്രീകളിലൊക്കെ ആണെങ്കിലും വയറിൻ്റെ ഭാഗത്ത് അത്ര സുഖകരമല്ലാത്ത ഒരു ഫീലിങ്സ്, ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, ഇടയ്ക്കൊക്കെ മയക്കം പോലെ വരുന്നു. അകാരണമായിട്ടുള്ള ദഹനക്കേടും അമിതമായിട്ടുള്ള ക്ഷീണവും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വല്ലാത്ത ഡിസ്കംഫർട്ട്, വ്യക്തമായ ഡിസ്കംഫർട്ട്. അതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വല്ലാതെ അണപ്പ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ ലൈറ്റായിട്ടുള്ള ഹെഡേക്ക്. അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴും ശരീരം വിയർക്കുന്നു, ചെറുതായിട്ട് വിറയ്ക്കുന്നു കൈകാലുകൾ. ഇതൊക്കെ വ്യക്തമായ സൂചനയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാകുന്നത് പല സാഹചര്യത്തിലായിരിക്കും. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവാം. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു കംഫർട്ട് സോണിലോട്ട് മാറുക, ശരീരത്തെ ഒരു കംഫർട്ട് സോണിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും റിസ്ക് ഉള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് ശരീരത്തെ ഒരു റിലാക്സ് മൂഡിലാക്കുക. അതുപോലെ എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി മെഡിക്കൽ ഹെൽപ്പ് ഈ സമയത്ത് തേടേണ്ടതാണ്. പ്രത്യേകിച്ചും ചെസ്റ്റിൻ്റെ ഭാഗത്തെ പെയിൻ വിട്ടുമാറാതെ നിൽക്കുന്നത്, അതുപോലെ പെയിൻ ഇല്ലെങ്കിൽ പോലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത്,
ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത്, അതോടൊപ്പം തന്നെ വിയർക്കുന്നത് വ്യക്തമായ സൂചനയാണ്. അതുപോലെ ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡീപ്പായിട്ട് മൂക്കിൽ കൂടെ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുക. ശേഷം ശക്തമായിട്ട് വായിക്കൂടെ പുറത്തേക്ക് വിടുക. ഒരുപക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം ഇത് മാത്രമായിരിക്കും. അതുപോലെ ഇതിന് തുടർച്ചയായിട്ട് ശക്തമായ മയക്കം ഉണ്ടാവുക, ഒരു റെസ്പോൺസ് ഇല്ലാതെ വരിക, അതുപോലെ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ബ്രീത്തിങ് ഇല്ലാതെ വരിക. ഈ സമയത്ത് CPR കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേഷ്യൻറ്റിനെ കിടത്തിക്കൊണ്ട് ചെസ്റ്റിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു കൈപ്പത്ത് വെക്കുകയും അതിൻ്റെ മുകളിൽ മറ്റേ കൈ വെച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രസ് ചെയ്യുക. അതുപോലെ ഈ സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള കംപ്രഷനാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 100 മുതൽ 120 വരെ ഒരു മിനിറ്റിൽ കംപ്രഷൻ കൊടുക്കണം. അതുപോലെ ഹാർട്ടിൻ്റെ ഭാഗത്ത് വ്യക്തമായ പെയിൻ ഉണ്ടെങ്കിൽ ആസ്പിരിൻ ടാബ്ലറ്റ് പരീക്ഷിക്കാം. അതുപോലെ കിടന്നിട്ട് കാലുകൾ ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് ഈ അവസരത്തിൽ ഗുണകരമാണ്. അതുപോലെ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിന് ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. ഒട്ടും ഭയക്കാതിരിക്കുക. അതുപോലെ BP ഉള്ളവരെ സംബന്ധിച്ച്, കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവരെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ആകാംക്ഷ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ എമർജൻസി മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്ന നമ്പറുകൾ, ആംബുലൻസിൻ്റെ നമ്പറുകൾ ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.